എല്ലാവർക്കും ഗുഡ് ഈവനിങ്. ഞാൻ ഇന്ന് അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട അഡ്വക്കേറ്റ് കെ ജെ മനുവിനെ ഇന്റർവ്യൂ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞാൻ അക്ഷിത, ക്യാമറ ഗേൾ ആദ്യ. ഓക്കെ, ഏത് സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്? വിക്കോട്ടെ NS ഹൈസ്കൂൾ. കോളേജ്? പന്തളം NSS. എപ്പോഴായിരുന്നു അഡ്വക്കേറ്റ് ആവണം ആ ഒരു എയിമിലോട്ട് എത്തിയത്? അങ്ങനെ പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു, അങ്ങനെ വന്നു പോയതാണ്. സ്ട്രീം ഏതായിരുന്നു 10 കഴിഞ്ഞിട്ടുള്ളത്? ഞാൻ പ്രീ ഡിഗ്രി പഠിച്ചു, പിന്നെ ഡിഗ്രിക്ക് പോയി, അവിടെയൊക്കെ തോറ്റു. അല്ല, 11th and 12th അതാ പ്രീ ഡിഗ്രി. ഓക്കെ. പ്രീ ഡിഗ്രിക്ക് തോറ്റു 2 വർഷം കഴിഞ്ഞ് പിന്നെ പ്രീ ഡിഗ്രി എഴുതിയെടുത്തു. പിന്നെ ഡിഗ്രിക്ക് പോയി, അതും തോക്കുന്നതിന് മുമ്പ് ഞാൻ LLBക്ക് 5 year കോഴ്സ് അവിടെ ജയിച്ചു. പിന്നെ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട്. നിവൃത്തിയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങൾ. ഞാൻ ഒത്തിരി ക്രിമിനൽ കേസ് പ്രതിയായിരുന്നു ചെറുപ്പത്തിൽ. അങ്ങനെ ഒത്തിരി ക്രിമിനൽ കേസ് പ്രതിയായി കോടതിയും ജയിലിലും ഒക്കെ കിടന്നിട്ടുണ്ട്. അങ്ങനെ ജയിലിലും ഒക്കെ കിടന്ന് വക്കീലന്മാരെ കണ്ട് വക്കീലാണെന്ന് തോന്നി. അങ്ങനെയാണ് വക്കീലായത്. എപ്പോഴേലും ഇതൊരു മെനക്കെട്ട പണിയാന്ന് തോന്നിയിട്ടുണ്ടോ? ഉഗ്രം പണിയല്ലയോ, അടിപൊളി പണിയാണ്. വക്കീൽ പണിയാണ് അത്രയും നല്ല രസമുള്ള പണി വേറെ. കള്ളമൊന്നുമില്ല, നമ്മൾ കക്ഷികൾക്ക് വേണ്ടി നിയമപരമായി ചില കാര്യങ്ങൾ ചെയ്യണം. അത് കള്ളമെന്ന് പറയാൻ പറ്റില്ല. എപ്പോഴേലും ശരിക്കും കുറ്റം ചെയ്ത ഒരാൾ കാണുമല്ലോ, അയാളുടെ സൈഡിൽ നിന്ന് വാദിക്കേണ്ടി വന്നിട്ടുണ്ടോ? കുറ്റം ചെയ്തവർക്ക് വേണ്ടിയാണ് ഒരു ഡിഫൻസ് ലോയർ. പിന്നെ ഡിഫൻസ് ലോയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ കള്ളം പറയേണ്ടി വരത്തില്ലേ? അത് കള്ളമെന്ന് പറയാൻ പറ്റത്തില്ല, അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. ശരിക്കും നടന്നൊരു കാര്യം നമ്മൾ മാറ്റി പറയുമല്ലേ? അത് മാറ്റി പറയാമെന്നൊന്നും ചിന്തിക്കാൻ പറ്റത്തില്ല. അത് ചിന്തിക്കാൻ പറ്റത്തില്ല. അയാൾക്കുള്ള സത്യം അയാൾ നമ്മളോട് പറയുന്നു, നമ്മൾ അതിനുവേണ്ടി ആക്ട് ചെയ്യും. ഏറ്റവും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു കേസ് ഏതാ ചെയ്തതിൽ? അതെന്റെ കേസ് തന്നെയാണ്. സ്വന്തം കേസ് ഞാനൊരു കൊലക്കേസ് പ്രതിയായിരുന്നു. ഏത്? അതൊന്നും പറയത്തില്ല. ഒരു കൊലക്കേസ് പ്രതി, ഒത്തിരിയും ക്രിമിനൽ കേസ് പ്രതിയായിരുന്നു ഞാൻ. അടിപിടി കേസ് 10-37 ക്രിമിനൽ കേസ് ഉണ്ടായിരുന്നു എൻ്റെ പേരിലുണ്ടായിരുന്നു. അതല്ല എൻ്റെ ഓർമ്മയിലുള്ളത്. ഞാൻ ഇഷ്ടംപോലെ കേസ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ എങ്ങനെ ക്രിമിനൽ കേസാണോ അല്ലാതെ കുടുംബ കോടതിയിലായിരുന്നോ? ക്രിമിനൽ കേസും ഉണ്ട്, കുടുംബ കോടതിയിലെ കേസും ഉണ്ട്. കൂടുതൽ ക്രിമിനൽ കേസാണ്. ഏറ്റവും പാടുള്ള ഏതായിരുന്നു? പാടൊന്നുമില്ല, എന്നാലും മൊത്തത്തിൽ കൂടുതൽ എവിഡൻസ് കളക്ട് ചെയ്യാനും അങ്ങനെയൊക്കെ പാടേതായിരുന്നു? അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇത് എല്ലാത്തിനകത്തും അതിൻ്റെ ആയിട്ടുള്ള എഫേർട്ടുണ്ട്. എന്നാലും ക്രിമിനൽ കേസ് അതിൻ്റെ ഒരു രസമുണ്ട് ഉള്ള കേസുകളാണ് ക്രിമിനൽ കേസ്. അല്ലെ, അഡ്വക്കേറ്റായിട്ട് ജീവിക്കുമ്പം അത് ജീവിതത്തിൽ അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാം, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ഇഷ്ടംപോലെ ബന്ധങ്ങൾ, പരിചയക്കാർ, സ്വാധീനം, നമുക്ക് ഇഷ്ടംപോലെ ആൾക്കാർ പരിചയം വരുന്നുണ്ട്, ഇഷ്ടംപോലെ അംഗീകാരം, അതൊക്കെയാണ് അഡ്വക്കേസിലുള്ളത്. ഒരു രാഷ്ട്രീയക്കാരനോളം അതിനേക്കാൾ ഉപരി സ്വാധീനം ഒരു അഡ്വക്കേറ്റിന് കിട്ടുന്നുണ്ട്. രാഷ്ട്രീയത്തിലുണ്ടോ? ഇല്ല. രാഷ്ട്രീയം സംഘമായിട്ട് ബന്ധമുണ്ട്, RSSുമായിട്ട് ബന്ധമുണ്ട്. പിന്നെ അഭിഭാഷക പരിഷത്ത് എന്ന് പറഞ്ഞ സംഘത്തിൻ്റെ അതിൽ ചുമതലയുണ്ട്. റോൾ മോഡൽ ആരായിരുന്നു കുഞ്ഞുനാളിൽ? അതെപ്പോഴും അച്ഛനായിരിക്കുമല്ലോ. അച്ഛൻ എന്താ ചെയ്തിരുന്നത്? അച്ഛൻ ഹൈസ്കൂൾ അധ്യാപകനായിരുന്നു, റിട്ടയർ ചെയ്തു. അച്ഛൻ പിന്നെ ഒരു BMSൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്നു, രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു, നല്ല പ്രാസംഗികനാണ്, നല്ല അറിവുള്ളതാണ്, വായിച്ചുള്ള നല്ല അറിവുള്ള ആളാണ്. വായന എങ്ങനെ? എനിക്കോ വളരെ തുച്ഛമാണ്, വളരെ കുറവാണ്. കുറച്ചൊക്കെ അറിവുണ്ട്, അത്രയേ ഉള്ളൂ. അച്ഛനിപ്പോൾ എത്ര വയസ്സുണ്ട്? അച്ഛന് 86 വയസ്സ്. എനിക്ക് 57 വയസ്സ്. അമ്മ എന്ത് ചെയ്യുന്നു? അമ്മ ഹൈസ്കൂൾ HM ആയിട്ട് മിസ്ട്രസ് ആയിട്ട് റിട്ടയർ ചെയ്തു. ഭാര്യ ഹൈസ്കൂൾ HM ആണ്. എല്ലാവരും സ്കൂളിലായിരുന്നു? എല്ലാവരും അധ്യാപകരാണ്. എൻ്റെ അനിയനും അധ്യാപകനാണ്, എൻ്റെ അനിയൻ്റെ ഭാര്യ അധ്യാപകനാണ്. ഞാൻ മാത്രമേ ഉള്ളൂ അഡ്വക്കേറ്റ്. മക്കളിൽ ആരെങ്കിലും ഉണ്ടോ വേറെ? മക്കളുണ്ട്. ജോലിയല്ല, ടീച്ചർ അല്ലാത്തത്? മക്കൾ രണ്ടുപേരും ടീച്ചേഴ്സ് അല്ല. എന്താ ജോലി? അവര് പിന്നെ മോളിപ്പം ജർമ്മനിയിൽ പഠിക്കുകയാണ്. അവൾ MSc കഴിഞ്ഞാണ്. അവിടെ PGN വേറൊരു കോഴ്സ് ചെയ്യുക. മോനെ അവിടെ MTech അവിടുത്തെ പിന്നെ മാസ്റ്റേഴ്സ് കഴിഞ്ഞു എഞ്ചിനീയറിംഗിൽ. അവന് ജോലിയായി. ചോദിച്ചോളൂ. പിന്നെ ഇത് വളരെ നല്ലൊരു ഇന്റർവ്യൂ ആയിരുന്നു. അല്ല, കൂടുതൽ ചോദിച്ചില്ല. ഇത്രേ ഉള്ളൂ. താങ്ക് യു. അല്ല, ഞാൻ അങ്ങേ പറ്റി ചോദിക്കാം. തിരിച്ചും ചോദ്യമുണ്ട്. താങ്കൾ അധികം ചോദിക്കാത്തതുകൊണ്ട് എനിക്ക് തിരിച്ചു ചോദിക്കാമല്ലോ. താങ്കളുടെ പേരെന്താണ്? അക്ഷിത. ഞാൻ ഫസ്റ്റ് പറഞ്ഞായിരുന്നു. അക്ഷിത എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ കറന്റ് 8th. 8th 8th ക്ലാസ്സിൽ. ഏത് സ്കൂളിലാണ്?
ഞാൻ നവോദയ വിദ്യാലയ പത്തനംതിട്ട. അന്നേരം മാസത്തിലൊരിക്കൽ വരുമോ വീട്ടിൽ? മാസത്തിൽ ഒരിക്കലും വരാൻ പറ്റത്തില്ല. ലൈക്ക് ചില അവധിയാണല്ലോ, ക്രിസ്മസ് ഓണം 2 മാസമൊക്കെ അങ്ങനെയൊക്കെ. താങ്കളുടെ റോൾ മോഡൽ ആരാ? എനിക്കങ്ങനെ റോൾ മോഡലായിട്ടില്ല. ഇല്ല. താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആരെയാ? അങ്ങനെയൊക്കെ ചോദിച്ചാ ഈ പിന്നെ അച്ഛനാണോ അമ്മയാണോ അമ്മൂമ്മയാണോ അപ്പനാണോ ആരിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അത് സാഹചര്യവശാൽ ഓരോരുത്തരെ ഓരോ തരത്തിൽ ഇഷ്ടം ഇല്ലേ? അതെ. കൃത്യമായിട്ട് ഇന്ന ആളാണെന്ന് പറയാൻ പറ്റില്ല. ഓരോ കാര്യത്തിലും ഓരോരുത്തരെ ഇഷ്ടം ഇല്ലേ? അങ്ങനെ. താങ്കൾക്ക് എന്താവണമെന്നാണ് ആഗ്രഹം? എനിക്കൊരു ആസ്ട്രോണോട്ട് ആവണമെന്ന് ആഗ്രഹം. ആസ്ട്രോണോട്ട്. അന്നേരം നമുക്ക് അങ്ങ് മേളിൽ പോവാം ഇല്ലയോ? ചെറുതായിട്ട് നടക്കട്ടെ. അന്നേരം ഇനിയും SSLC ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ട് SSLC ഞാൻ CBSE 10th ഒക്കെ 10th അല്ലേ? 10th ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ +2 ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അതിനുള്ള കോഴ്സുകൾ നോക്കണം അല്ലേ? അങ്ങനെ വരട്ടെ. ബഹിരാകാശത്ത് പോയി ഇങ്ങനെ അവിടുന്ന് ഞങ്ങളൊക്കെ ഇങ്ങനെ കൈ കാണിക്കണം. എന്താ അച്ഛനെ കൂടെ കൊണ്ടുപോകും? നോക്കട്ടെ. അച്ഛനെ നോക്കട്ടെ. ശരി, സന്തോഷം. Thank you. And we are winding up. Thank you.